എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യം അത് ഓരോരുത്തരുടെയും കണ്ണിൽ വ്യത്യസ്തമാണല്ലേ. ഇപ്പോൾ എനിക്ക് സൗന്ദര്യമുണ്ട് എന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ വേറൊരാൾക്ക് സൗന്ദര്യമുള്ളതായിട്ട് തോന്നുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെയും ഒരു ചോയ്സാണ്. ഏതാണ് സൗന്ദര്യം, ഏതാണ് എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും ഒരു ചോയ്സാണ്. നമ്മളെപ്പോഴും ബാഹ്യ സൗന്ദര്യത്തെയാണ് ആദ്യം നോക്കുന്നത്. എന്നാൽ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് പലപ്പോഴും ബാഹ്യ സൗന്ദര്യത്തിനും അപ്പുറം നമ്മളുടെ ആന്തരിക സൗന്ദര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു സ്വഭാവത്തിൻ്റെ നൈർമല്യം, അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരോടുള്ള കരുണ, മറ്റുള്ളവരോടുള്ള അനുകമ്പ, സത്യസന്ധത, ഇതിനകത്തൊക്കെ ഒരു വലിയ ബ്യൂട്ടി ഉണ്ട്, വലിയൊരു സൗന്ദര്യം അതിനകത്തൊക്കെ മറിഞ്ഞിരിപ്പുണ്ട്. പലപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്നാൽ വിവരമുള്ളവർ, ബോധമുള്ളവരൊക്കെ അതിനെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ടല്ലേ. ഇപ്പം നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മളൊരു പാർട്ട്ണറെ, അല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പാർട്ട്ണറെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ബാഹ്യ സൗന്ദര്യത്തിനും അപ്പുറം ഒരു ഇന്നർ ബ്യൂട്ടി അവർക്കുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മളത് അന്വേഷിക്കാറുണ്ട്. എന്നിട്ടാണ് നമ്മളുടെ ഒരു സ്ഥിരമായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയായിരിക്കും. പക്ഷേ പുറമേ നമ്മൾക്കൊന്ന് ജസ്റ്റ് കണ്ട് ആസ്വദിച്ച് പോകുവാൻ പുറമേയുള്ള സൗന്ദര്യം ധാരാളം മതിയാകും. പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി നല്ല നല്ല നിയമങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സമൂഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഉയർന്ന ശ്രേണികളിൽ ഉള്ളവർക്ക് ഒക്കെയാണ് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാറ്. സാധാരണക്കാർക്ക് നീതിയൊന്നും അത്ര പെട്ടെന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എൻ്റെ ടോപ്പിക് അതല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആരാണെങ്കിലും, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾക്ക് നാച്ചുറലായിട്ടൊരു സൗന്ദര്യമുണ്ടല്ലേ. നമ്മളുടെ ഈ നാച്ചുറൽ സൗന്ദര്യത്തിനും അപ്പുറമായിട്ട് ഈ നാച്ചുറൽ സൗന്ദര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക തന്നെ വേണം. അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല, അതിനകത്തൊന്നും യാതൊരു എതിർപ്പുമില്ല. എന്നാൽ നമ്മളുടെ ഈ നാച്ചുറലായിട്ടുള്ള സൗന്ദര്യത്തിന് പുറമെ നമ്മൾ വെച്ച് കെട്ടി കൊണ്ട് നടക്കുമ്പോൾ, അതായത് നമ്മൾക്ക് ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്താ പറയുക, മാറിടം, അതുപോലെ അവരുടെ നിതംബം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നതാണ് അല്ലേ. സ്ത്രീകൾക്ക് ദൈവം തന്നിരിക്കുന്നതാണ്. അതിനൊക്കെ പല പല എന്താ പറയുക, ഇപ്പോൾ മാറിൻ്റെ ഒക്കെ പല പല ഉപയോഗങ്ങളുണ്ട് അല്ലേ. നമ്മൾക്കറിയാം, നമ്മളുടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു അമ്മയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിനെ മടിയിലിരുത്തി പാൽ ഊട്ടുക എന്നുള്ളതൊക്കെ ഒരു സ്ത്രീയുടെ സ്വപ്നമാണ്, സ്ത്രീയുടെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ ഒരു അവകാശമാണ്, അതൊരു മാതൃത്വത്തിൻ്റെ ലക്ഷണമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഓർക്കുക, നമ്മൾക്ക് ഈ ദൈവം തന്ന ഈ നാച്ചുറലായിട്ടുള്ള ഈ സൗന്ദര്യത്തിന് പുറമെ നമ്മൾ വെച്ച് കെട്ടലുകൾ, അല്ലെങ്കിൽ നമ്മൾക്ക് അത്രയും പോരാ, കുറച്ചും കൂടിയൊക്കെ ഒന്ന് വേണം എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ ഈ വെച്ച് കെട്ടലുകളും ഒക്കെ ആയിട്ട് നമ്മൾ സമൂഹത്തിൻ്റെ മുൻപിലോട്ട് ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി ആയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഓർക്കുക, എന്നെങ്കിലും നമ്മുടെ ഈ ഫേക്ക് ഐഡൻറ്റിറ്റി നമ്മൾ അഴിച്ചു വെക്കേണ്ട ഒരു സമയം ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. കാരണം ഈ ബാഹ്യ സൗന്ദര്യം എന്ന് പറയുന്നത് അധികം നാളൊന്നും ഒത്തിരി വലിയ കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോകത്തില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അത് നഷ്ടമാകും, അല്ലെങ്കിൽ പ്രായം മുന്നോട്ട് പോകും തോറും ഈ ബാഹ്യ സൗന്ദര്യം നഷ്ടമായിക്കൊണ്ടിരിക്കും. എന്നാൽ ഇന്നർ ബ്യൂട്ടിക്ക് ഒരിക്കലും ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, നമ്മൾ എന്താ പറയുക, നമ്മുടെ മാറിടമൊക്കെ കുറച്ചും കൂടെ വലിപ്പമായിട്ട് കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ സിലിക്കൺ ആയിട്ടുള്ള എന്താ പറയുക സംഭവങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും അല്ലേ. അപ്പോൾ ഇതൊക്കെ മേടിച്ച് നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുൻപിൽ നമ്മൾ ഒത്തിരി ഷോ ആയിട്ടൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നമ്മൾക്ക് ആർക്കെങ്കിലും ഒരു ബ്രസ്റ്റ് ക്യാൻസർ വരുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹോസ്പിറ്റലുകളിലേക്ക് പോകും അല്ലേ. ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിനാണെങ്കിൽ നിങ്ങളത് വേഗം എടുത്തു കളയാൻ പറയും. അപ്പോൾ അത് കളയുന്നത് എന്തിനാണ്? അത് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം എടുത്തു കളയാൻ പറയും. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഓർക്കുക, നമ്മളുടെ ഈ ഫേക്ക് ഐഡൻറ്റിറ്റി അങ്ങവിടെ അവസാനിക്കുകയാണ് അല്ലേ. എന്ന് വെച്ചാൽ ദൈവം നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് നാച്ചുറലായിട്ട് ഉള്ള ആ ഒരു സംഭവത്തെ നമ്മൾ പൊലിപ്പിച്ച് നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കുക. ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ച് പറഞ്ഞത് അങ്ങനെ എല്ലാവരോടുമായിട്ടാണ് പറയണം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ അതിനെ പൊലിപ്പിച്ച് കാണിക്കുക. അങ്ങനെ പൊലിപ്പിച്ച് കാണിച്ചു കഴിയുമ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിത്തീരും? നമ്മുടെ സമൂഹത്തിന് മുൻപിൽ ഒരു ഫേക്കാണെന്ന് അവർക്ക് ബോധ്യമാവുക തന്നെ ചെയ്യും. ഒപ്പം നമ്മളുടെ ഉള്ളിൽ നമ്മൾക്ക് എത്ര ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞുണ്ടാകുക, കുഞ്ഞിന് മുലയൂട്ടുക എന്നുള്ളതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾക്കൊരു ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വന്ന് ഈ ഒരു ബ്രസ്റ്റൊക്കെ എടുത്തു മാറ്റേണ്ട ഒരു അവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ വന്നു. നമ്മൾക്കൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് പാല് കൊടുക്കാനൊക്കെ പറ്റാതെ നിസ്സഹായമായിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ.
ഇത്രയൊന്ന് ഓർത്താൽ മതി. അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും നമ്മൾ ഈ ബാഹ്യ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നമ്മൾക്ക് ഉള്ള നാച്ചുറലായിട്ടുള്ളതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെച്ചുകെട്ടലുകളും കൂടെ നടത്തി നമ്മുടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നും നമ്മൾക്ക് മനസ്സിലാകും. കാരണം നമ്മളെപ്പോൾ എപ്പോഴും എന്തായിരിക്കണം, നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കണം. ഇന്ന് നമ്മൾ എന്താ പറയുക, ഒത്തിരി അലങ്കാരികമായി കൊണ്ട് നടക്കുന്നതൊന്നും നാളെ നമ്മൾക്ക് ശാശ്വതമായി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നല്ല. ഇനിയിപ്പം ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല എങ്കിൽ കൂടി ഓർക്കുക, കുറേ കഴിയുമ്പോൾ കുറേ വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടിയൊക്കെ അങ്ങ് പോകും അല്ലേ. എല്ലാത്തിൻ്റെയും ആ ഒരു നാച്ചുറൽ ആ ഒരു ഘടനയൊക്കെ അങ്ങ് വ്യത്യാസം വരും. ഇതൊക്കെ വ്യത്യാസം വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഈ അഹങ്കാരം കൊണ്ടൊക്കെ നമ്മൾ നേടിയെടുത്തത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മുൻപിൽ നമ്മൾ ഒത്തിരി എന്താ പറയുക എന്തൊക്കെയോ ആണെന്ന് കാണിക്കുവാൻ നമ്മളിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാരെ നമ്മളിങ്ങനെ എന്താ പറയുക ഒത്തിരി തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷനൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. പിന്നെ ഓർക്കുക, നമ്മളുടെ എന്താ പറയുക ഇന്നർ ബ്യൂട്ടി നോക്കാതെ നമ്മുടെ ഈ ബാഹ്യ സൗന്ദര്യം നോക്കി നമ്മളുടെ പുറകെ കൂടിയിരിക്കുന്നവരൊക്കെ ഈ ബാഹ്യ സൗന്ദര്യം നഷ്ടമാകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ അവർ ചിതറിപ്പോവുകയും ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ ഓർക്കുക, മനുഷ്യൻ്റെ ജീവിതം അത്രയേ ഉള്ളൂ. ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. നമ്മളുടെ ഈ ഫ്രണ്ടിലൊക്കെ നമ്മളെ വെച്ച് കെട്ടി നടക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് നാച്ചുറലായിട്ടുള്ളത് പോരാ, ഇനി കുറച്ചും കൂടെ വേണം എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് ഓർക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ബാംഗ്ലൂർ സെൻട്രൽ PWയിൽ ഒരു കുറച്ച് നാളിങ്ങനെ ടെമ്പററി സ്റ്റാഫായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പം ഞങ്ങൾക്ക് അവിടെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ഇഷ്ടം പോലെ വർക്കുകൾ സിവിൽ സെക്ഷനിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഇഷ്ടം പോലെ കോൺട്രാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവരുടെ ബില്ലുകളൊക്കെ പെട്ടെന്ന് മൂവ് ആകാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, പെട്ടെന്ന് അവിടെയുള്ള എല്ലാവർക്കും ഇവർ കൈക്കൂലി കൊടുക്കുന്നതിന് കാരണം ഓരോ സെക്ഷനുകളിൽ നിന്നും ഇവരുടെ ബില്ല് മെഷർമെൻ്റ് എടുക്കണം, അത് ബില്ല് അടിക്കണം. ഇനി ബില്ല് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ ഈ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുണ്ട് അവരുടെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്ത് അവരത് എന്താ പറയുക അതിനകത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നമ്മൾ മെഷർമെൻ്റ് എടുത്തതൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി വീണ്ടും പോയിട്ട് അവർ ചെക്ക് ചെയ്യും. എന്നിട്ട് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ അവരത് തിരുത്തും. പിന്നെ നമ്മൾ വീണ്ടും എന്താ പറയുക മെഷർമെൻ്റ് എടുക്കണം, വീണ്ടും നമ്മളുടെ ബില്ലൊക്കെ നമ്മൾ തിരുത്തണം. അതിനകത്ത് നമ്മൾ അങ്ങനെ ഒത്തിരി പ്രൊസീജിയേഴ്സ് അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് മൂവ് ആവാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, നമ്മൾക്ക് കൈക്കൂലി തരും. അപ്പോൾ കൈക്കൂലി മേടിക്കുന്നവരുണ്ട്, മേടിക്കാത്തവരുണ്ട്. ഞാനൊന്നും മേടിക്കത്തുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ കൈക്കൂലി മേടിക്കുന്നവർ ഒറ്റ ഒരെണ്ണം ഗതി പിടിച്ച ചരിത്രം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനത് മേടിക്കാറില്ല. ഓക്കെ, അപ്പോൾ അവിടെ മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒട്ടുമിക്ക എണ്ണത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാലറിയാം, ഒറ്റ ഒരെണ്ണത്തിൽ അവിടെ സീറ്റിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും മൂലക്കുരുവിൻ്റെ അസുഖമാണ്. ഈ അസുഖം കാരണം ഇവർക്ക് ഇരിക്കാൻ പറ്റണില്ല. അതൊക്കെ ഉള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണെന്ന്. അതൊക്കെ നമ്മുടെ കൺമുൻപിൽ നമ്മൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അവർക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ സീറ്റിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അവരുടെ മുൻപിൽ സബ്മിറ്റ് ചെയ്യുന്ന ബില്ലൊന്ന് സൈൻ ചെയ്യണമെങ്കിൽ അവർക്ക് നിന്നുകൊണ്ട് സൈൻ ചെയ്യേണ്ട ഒരു ശോചനീയമായ അവസ്ഥ. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, ജൂനിയർ എഞ്ചിനീയർ തൊട്ട് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, പിന്നെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പിന്നെ ചീഫ് എഞ്ചിനീയർ തൊട്ട് സകല ആൾക്കാരിലും ഈ ഒരു അസുഖം ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാവരിലുമല്ല, കൈക്കൂലി മേടിക്കുന്ന മിക്ക ആൾക്കാരിലും ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അവർ അതിനകത്ത് ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ബാക്കിനെ പൊലിപ്പിച്ച് കാണിക്കില്ല, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിതംബം പൊലിപ്പിച്ച് കാണിക്കാൻ ഇപ്പോൾ പലതും ഇന്ന് മാർക്കറ്റുകളിൽ എന്താ പറയുക അവൈലബിൾ ആണല്ലേ. നമ്മൾ സാരി ഉടുക്കുമ്പോൾ അല്ലെങ്കിൽ ചുരിദാർ ഇടുമ്പോൾ നല്ല ഷേപ്പ് കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ വെച്ച് നമ്മൾ നടക്കുമ്പോൾ ഓർക്കുക, നാളെ ഒരു ദിവസം ഒരു ജസ്റ്റ് നമ്മൾ അത്ര നിസ്സാരമല്ലത്, എന്നാൽ വരാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമെന്ന് തോന്നും. ഈ മൂലക്കുരുവിൻ്റെ അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ അതെന്താണ് നമ്മൾ പുറമേ നിന്ന് കാണുന്നവർക്ക് തോന്നും അത് വലിയ ബുദ്ധിമുട്ടുള്ള അസുഖമൊന്നും അല്ല എന്ന്. പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ട്, അവർക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനാണ്. അവർക്ക് മര്യാദയ്ക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റത്തില്ല. കാരണം ബോഡിയൊക്കെ ഹീറ്റ് ആകുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോഡി ഹീറ്റ് ആവുക, പിന്നെ ഇവർക്ക് ഭയങ്കര ദേഷ്യം വരും, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ജീവിതത്തിൽ ഇവർ അനുഭവിക്കുന്നുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു ജസ്റ്റ് മൂലക്കുരു വന്നാൽ മതി, ഈ പറയപ്പെട്ട സംഭവം ഒന്നും പിന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റാതെ വരും. മനസ്സിലായോ ഞാൻ പറയുന്നത്? നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം അതൊക്കെ ചൂടെടുക്കും, ഒന്നും കൂടെ ബോഡി ഹീറ്റാകും. ഇത് ഒന്നും കൂടെ നമ്മുടെ ആ ഒരു അവസ്ഥ എന്ത് ചെയ്യും, അത് ബ്രസ്റ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ വരും. അവിടെ നമ്മുടെ ഫേക്ക് ഐഡൻറ്റിറ്റി
വെളിപ്പെടുകയും ചെയ്യും. ഓക്കെ എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ ഇനി ആത്മീയരായിട്ടുള്ള വ്യക്തികളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ വിശ്വസിക്കുന്നത് എന്താ, നമ്മളെ ക്രിയേറ്റ് ചെയ്തത് ദൈവമാണല്ലേ, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പം ദൈവം നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെ തന്നിട്ടുണ്ടല്ലേ. ഓരോരുത്തരെയും ദൈവം ഡിഫറെൻ്റ് ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരാളുടെ നോക്കി അവരുടെ അത്രയും സൈസ് എനിക്ക് വേണം, അല്ലെങ്കിൽ ഇവരുടെ അത്രയും സൈസ് വേണമെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം ഓരോരുത്തർക്കും ഓരോന്നാണ്. ഓരോരുത്തരുടെയും കണ്ണിൽ സൗന്ദര്യവും പല വിധത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ വെച്ചുകെട്ടലുകളുടെ പുറകെ പോകാതിരിക്കുക. ഇങ്ങനെ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ എക്സ്പോസ് ചെയ്ത് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഇത്രയും മാത്രം ഓർത്താൽ മതി. ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ, അല്ലെങ്കിൽ ഒരു മൂലക്കുരുവിൻ്റെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നഷ്ടമാകാവുന്നതേ ഉള്ളൂ. ഇതൊന്നും നമ്മൾക്ക് പിന്നെ പൊലിപ്പിച്ച് നാട്ടുകാരുടെ മുൻപിൽ നടക്കുവാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മളുടെ ജീവിതത്തിൽ വരും. അങ്ങനെ ഒരു സാഹചര്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. അതിന് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ദൈവം നമ്മൾക്ക് തന്നതിൽ സന്തോഷിക്കുവാൻ. ദൈവം നമ്മൾക്ക് ഇത്രയും തന്നല്ലോ. ഇന്നലെ ഞാനൊരു മെസ്സേജ് കേൾക്കുവാൻ ഇടയായി. ഒരു ചെറുപ്പക്കാരനായ ഒരു പാസ്റ്റർ സംസാരിക്കുന്നത് കേൾക്കുവാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയായിരുന്നു, എന്താ പറയുക, നമ്മളുടെ ഈ 2 കരം നമ്മൾക്ക് ഉയർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ 2 കാല് നമ്മൾക്ക് ചലിപ്പിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. കാരണം അതുപോലും പറ്റാത്ത എത്രയോ പേര് ഈ ലോകത്തിലുണ്ട് അല്ലേ? സത്യമല്ലേ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾക്ക് ഇത്രയെങ്കിലുമൊക്കെ ദൈവം നമ്മൾക്ക് തന്നില്ലേ? നമ്മൾ വേറൊരാളെ നോക്കേണ്ട കാര്യമില്ല. കാരണം അവർ വേറൊരാളുടെ കണ്ണിൽ അവർക്ക് സൗന്ദര്യം, നമ്മൾക്ക് നമ്മുടെ കണ്ണിൽ സൗന്ദര്യം ഉണ്ടാകണം. കാരണം ഓരോരുത്തരെയും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് ഈ വെച്ചുകെട്ടലുകളൊക്കെ നടത്തി, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സുകൾ നടത്തി ദൈവത്തിൻ്റെ ക്രിയേഷനെ, അല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് തന്നതിനെ ദൈവമേ പറ്റത്തില്ല, നിൻ്റേത് ശരിയായില്ല, നിൻ്റെ സൃഷ്ടിപ്പ് ശരിയായില്ല, അതുകൊണ്ട് ഞാൻ അതിനകത്ത് കുറച്ചും കൂടി കറക്ഷൻസ് വരുത്തുകയാണ് എന്നുള്ള രീതിയിൽ കാണിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെച്ചുകെട്ടലുകളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഓർക്കുക, നാളെ നമ്മളുടെ ജീവിതത്തിലൊരു എന്താ പറയുക, ഒരു ഡാർക്ക് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കറുത്ത അധ്യായം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കുക, ദൈവം തന്നതിൽ സന്തോഷിക്കുക, ഉള്ളത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോവുക, നന്നായി സൂക്ഷിക്കുക. ഇത്രയൊക്കെ ഇതിനകത്ത് നമ്മൾക്ക് ചെയ്യാനുള്ളൂ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.